ജോർജിയൻ ക്യാബേജ് മെഴക്കുരട്ടി. വാ, പൊളിക്കും. അതും കേരള സ്റ്റൈലില്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ഥിരം ഡയലോഗ്, എണ്ണ തിളച്ചു കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കുക. കടുകുറ കടുകുറ കടുകുറ. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ 2-3 വറ്റൽമുളക് ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്ഥിരം നമ്മുടെ 2 ആൾക്കാരില്ലാതെ നമുക്ക് പാചകം നടക്കില്ലല്ലോ, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി. അത് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, പകരം കുനുകുന 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 നരിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് കഴിയുമ്പം ഞാൻ നല്ല പച്ചമുളക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകട്ടോ. ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി കടുകിനകത്ത് കിടന്നൊന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കാം. നല്ല രീതിയിലൊരു ചെറിയ ബ്രൗണിഷ് ആയെന്ന് തോന്നുമ്പോൾ ഞാൻ കുറച്ച് സവാള, നമ്മുടെ ഗിരിഗിരിക്കിരാന്നരിഞ്ഞ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഞാൻ ഒരു സവാള ഫുൾ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. കുറച്ച് ക്യാബേജ് എടുത്തിട്ടുള്ളൂ. നല്ല രീതിയിൽ നമുക്കൊന്ന് മൂത്ത് കിട്ടാം. നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കത് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുരുമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത്, എനിക്ക് ക്യാബേജ് ഒരുപാട് ഉണ്ടായത് ആ പാത്രത്തിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ അടുത്തൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് മാറ്റിയിട്ട് നമ്മുടെ ക്യാബേജ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതെല്ലാം ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അടച്ചു വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ് ശേഷം ഞാനത് പൊക്കി നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല രീതിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞ് നല്ല സ്വാദിഷ്ടമായ നല്ല മുരിഞ്ഞ്